ഹായ് സ്റ്റുഡൻസ്, മുമ്പത്തെ വീഡിയോയിൽ 15th ക്വസ്റ്റ്യൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഞാനത് പാരലൽ കണക്ഷനാണെന്നാണ് പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചത്. അത് പാരലല്ല, എന്താ പാരലൽ പോലെ കൊടുത്തു. അപ്പം ഞാനും അത് പാരലാന്ന് കരുതിയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ അത് റോങ് ആൻസർ കിട്ടി. ഞാനും കരുതി എന്താണ് ഇങ്ങനൊരു കറക്റ്റ് ഫിഗർ വന്നിട്ടില്ല, പോയിൻ്റൊക്കെ വന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് ഇത് സീരീസാണ്, ഇങ്ങനെ നേരെ തന്നെ വരുന്നത്. പെട്ടെന്ന് കണ്ടാൽ പാരലാന്ന് തോന്നാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത് സീരീസ് ആയതുകൊണ്ട് ഇതൊക്കെ കൂടി കൂട്ടിയാൽ മതി. 6 + 4 + 2 12 Ω ആണ് വരിക. ഇനി ബി ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. കറണ്ട് കാണാൻ വേണ്ടി ട്രയാങ്കിൾ വരച്ച് നോക്കിയാൽ മതി. മുകളിൽ വോൾട്ടേജ് എഴുതാം. 6 വോൾട്ട് തന്നിട്ടുണ്ട്. താഴെ ഒരു സൈഡിൽ ഇത് എഴുതാം, 12 Ω എഴുതാം. അപ്പോൾ ഇപ്പുറത്ത് കറണ്ട് കിട്ടും. 6/12 എന്ന് പറഞ്ഞാൽ I = 6/12. 6/12 എന്നാൽ 1/2 ആണ്. 0.5 ആംപിയർ ആണ് ഇവിടെ. 0.5 ആംപിയർ ആണ് ബിയുടെ ആൻസർ. 0.5 ആംപിയർ. ഓക്കെ. ഇനി സി ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ചേഞ്ച് ഹാപ്പൻസ്, എന്ത് മാറ്റം ഉണ്ടാവുന്നു. 4 Ω റെസിസ്റ്റേഴ്സ് റിമൂവ്ഡ് ആൻഡ് ക്ലോസ്ഡ്. ഇതിൽ 4 Ω ഇവിടുന്ന് റിമൂവ് ആക്കിയാൽ ഉണ്ടാവുന്നു. അപ്പോൾ അത് 4 Ω റിമൂവ് ആക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് എന്ത് കിട്ടും, 8 Ω കിട്ടുക. അപ്പോഴും സീരീസ് തന്നെയാണല്ലോ, 8 Ω കിട്ടുക. അപ്പോൾ 8 Ω എന്ന് പറയുമ്പോൾ ഇവിടെ 8 Ω കൊടുക്കാം. അപ്പോൾ 6/8 എത്ര നോക്കാം. അതാണ് ഇപ്പുറത്ത് കിട്ടുക. .75 വരാം. 0.75 ആംപിയർ വരാം. അപ്പോൾ സിയുടെ ആൻസർ 0.75 ആംപിയർ ആണ്. ഓക്കെ, താങ്ക് യു.